ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും എയ്സാപ്പിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ: 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺവെക്സ് ലെൻസ് നോക്കാം. അപ്പോൾ 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസ്, ഇതാണ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? ലെൻസിൻ്റെ കേന്ദ്രം. ലെൻസിൻ്റെ കേന്ദ്രത്തെ നമ്മൾ പറയുന്ന പേരാണ് പ്രകാശിക കേന്ദ്രം. എന്താണ് പറയുക? പ്രകാശിക കേന്ദ്രം. പ്രകാശിക കേന്ദ്രം തൊട്ട് ഫോക്കസ് വരെയുള്ള ദൂരമാണ് ഇത് ഫോക്കസ് ദൂരം. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം അല്ലെങ്കിൽ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ മധ്യബിന്ദു, പ്രകാശിക കേന്ദ്രം തൊട്ട് ലെൻസിൻ്റെ ഫോക്കസ് വരെയുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. ഫോക്കസ് സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ എഫും ഫോക്കസ് ദൂരം സൂചിപ്പിക്കുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ എഫും ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വരുന്ന പ്രകാശം, അതായത് അനന്തതയിൽ നിന്ന് വരുന്ന പ്രകാശം എപ്പോഴും എവിടെയാണ് കൂടിച്ചേരുക? ഫോക്കസിലാണ് കൂടിച്ചേരുക. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് എപ്പോഴും എവിടെയാണ് കൂടിച്ചേരുക? ഫോക്കസിലാണ് കൂടിച്ചേരുക. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഈ ലെൻസിൻ്റെ പവർ കാണാനാണ്. അപ്പോൾ ലെൻസിൻ്റെ പവർ കാണാനുള്ള ഇക്വേഷൻ P = 1/f. ലെൻസിൻ്റെ പവർ കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? P = 1/f. അപ്പോൾ എഫ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എഫ് എത്രയാണ്? 50 സെൻറ്റിമീറ്റർ ആണ്. പി എന്താണ്? പി എന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ പവർ. പി എന്താണ്? ലെൻസിൻ്റെ പവറാണ് ഏത്? പി. 1 കോൺസ്റ്റൻ്റ് ആണ്. എഫ് എന്താണ്? എഫ് ഫോക്കസ് ദൂരമാണ്. അപ്പോൾ ഫോക്കസ് ദൂരം തന്നിട്ടുണ്ട്. എത്രയാണ് ഫോക്കസ് ദൂരം? 50 സെൻറ്റിമീറ്റർ. എത്രയാണ്? 50 സെൻറ്റിമീറ്റർ ആണെന്ത്? ഫോക്കസ് ദൂരം. അപ്പോൾ നമുക്കറിയാം ഏതാ ലെൻസ്? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എന്തായിരിക്കും? കോൺകേവ് ലെൻസ് ഡൈവേർജിങ് ലെൻസ് ആണ് അല്ലേ? അപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എപ്പോഴും എന്തായിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നത് കൊണ്ട് കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം നെഗറ്റീവും കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എന്തായിരിക്കും? പോസിറ്റീവും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ 50 സെൻറ്റിമീറ്ററിലാണ് ഫോക്കസ് ദൂരം തന്നത്. അപ്പോൾ 50 സെൻറ്റിമീറ്ററിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം ഫോക്കസ് ദൂരം സെൻറ്റിമീറ്ററിൽ പറയൂല, നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണെന്ത്? 1 മീറ്റർ. 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 50/100. അപ്പോൾ നമുക്കിത് ക്യാൻസലാക്കുക. എത്ര വരും? 0.5 മീറ്റർ. 0.5 മീറ്റർ. അപ്പോൾ നമ്മൾ 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരത്തെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എവിടെ കൊടുക്കാം? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇതിനെ നമ്മൾ ഇക്വേഷനിൽ കൊടുക്കാൻ പോവാണ്. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? പവറിൻ്റെ ഇക്വേഷൻ P = 1/f. ലെൻസിൻ്റെ പവർ കാണാനുള്ള ഇക്വേഷൻ P = 1/f. P = 1 കോൺസ്റ്റൻ്റ് ആണ്. എഫ് എത്രയാണ്? 0.5 ആണ്. 0.5. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിൻ്റ് ഒഴിവാക്കണം. പോയിൻ്റ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പോയിൻ്റ് ഒഴിവാക്കാൻ രണ്ട് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പോയിൻ്റ് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ P = 1 × 10. ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0.5 × 10. അപ്പോൾ 1 × 10 10 ബൈ ഈ പോയിൻ്റ് പോയി കിട്ടും. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അപ്പോൾ 10/5 കിട്ടും. എത്ര വരും? 2 വരും. എത്ര വരും? 2. 2D. ഡി എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ആണ്. ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ്. അപ്പോൾ ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ. ഏതാണ്? ഡയോപ്റ്റർ. അപ്പോൾ ആൻസർ കിട്ടി 2D. 2D എന്ന് പറഞ്ഞാൽ ഡി എന്താണ്? ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ. ഏതാണ്? ഡയോപ്റ്റർ. അപ്പോൾ ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ ആണ്. ഏതാണ്? ഡയോപ്റ്റർ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. എത്രയാണ് ആൻസർ? +2D. എത്രയാണ് ആൻസർ? +2D. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.